ഇനി ടീച്ചർമാരോട് ചോദിച്ചു കഴിയുമ്പോൾ ഞാൻ സ്ഥിരമായിട്ട് കേൾക്കാറുള്ള ഒരു പല്ലവിയാണ്, എടാ 60-70 പിള്ളേരുള്ള ഒരു ക്ലാസ്സിൽ ഞാൻ എങ്ങനെയാ ഒരു കുട്ടിയെ നേരെ നോക്കുക? ഞാൻ പൊതുവെ കൂടുതലായിട്ട് കേട്ട് വരുന്ന ഒരു സാധനമാണ്, അത് കുറച്ച് കുട്ടികളേ ഉള്ളൂ, ഒറ്റപ്പെട്ട സംഭവമല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തള്ളിക്കളയും. പക്ഷേ ഈ ജനറേഷനിലുള്ള പിള്ളേരുണ്ടാക്കുന്ന വിഷയങ്ങൾ ശരിക്കും ഒന്ന് ഇരുന്ന് കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അറിയാതെ നമ്മൾ പറഞ്ഞു ഇതൊക്കെ നരഭോജികളാണ് ദൈവമേ എന്ന്. അതുപോലുള്ള സംഭവങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. ഞാൻ എന്തായാലും ഈ ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിനകത്ത് ഞാൻ ഒരുപാട് നാട്ടിലെ എല്ലാ കാര്യങ്ങളും ഒന്നും പറയുന്നില്ല. മൊത്തത്തിൽ ഇതിൽ എൻ്റെ ഒരു ഒപ്പീനിയൻ മാത്രമേ ഞാൻ സംസാരിക്കുന്നുണ്ടാവുള്ളൂ. പക്ഷേ ഈ പറയുന്നത് പോലെ തന്നെ ഇത് കേരളത്തിലുള്ള കുറച്ച് ഇൻസിഡൻസ് റെഗുലറായിട്ട് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിലൊന്ന് സംസാരിക്കണം തോന്നുന്നതുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ്. അപ്പോൾ പോഡ്കാസ്റ്റും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടുന്ന കാര്യം മറക്കരുതെന്ന് ഓർമ്മിച്ചുകൊണ്ട് വെൽക്കം ടു ദ ഷോ. യെസ് ഗൈസ്, അപ്പോൾ ആൻഡപ്പൻ ടോക്കീസിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ. കാരണം കുറച്ച് നാളുകളായിട്ട് നമ്മൾ നമ്മുടെ ഒരു പോഡ്കാസ്റ്റിൻ്റെ പ്രോപ്പർ ലൈനിൽ നിന്ന് മാറിയൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. അതിന് പല റീസൺസ് ഉണ്ട്. സ്റ്റുഡിയോയുടെ എല്ലാ കാര്യങ്ങളും എനിക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കണമായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കുറച്ച് ഫിസിക്കൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുമായിരുന്നു. ഇതൊന്നും ഇവിടുത്തെ ഒരു വിഷയമേ അല്ലാന്ന് എനിക്കറിയാം. സോ ഞാൻ തിരിച്ച് ആൻഡപ്പൻ ടോക്കീസിൻ്റെ ഒരു യൂഷ്വൽ സ്റ്റൈലിലേക്ക് വരികയാണ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കിൻ്റെ വിഷയം ഇത് ഓൾറെഡി ഒരു ട്രെൻഡിങ് വിഷയമൊന്നുമല്ല, സംസാരിച്ച് പോയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ എനിക്കിത് പേഴ്സണലി ഇതിനകത്തൊരു പോഡ്കാസ്റ്റ് ചെയ്യണം എന്ന് തോന്നി കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചോദ്യം വളരെ സ്ട്രൈക്കിംഗ് ആണെന്ന് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തു. ആ ചോദ്യം ഇത്രയേ ഉള്ളൂ, നമ്മളിപ്പോൾ വളർത്തിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കുന്ന തലമുറ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നരഭോജികളാണോ എന്നുള്ളതാണ്. ഇതിനുള്ളൊരു റീസൺ ഞാൻ ഈ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകും. ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന റാഗിങ് കേസ് ആവട്ടെ, അതുപോലെ തന്നെ സ്കൂൾ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഇൻസിഡൻസും കാര്യങ്ങളും, അതായത് ജെൻസി റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ ജനറേഷനിലെ പിള്ളേരെ റിലേറ്റ് ചെയ്തുള്ള ഒരുപാട് കാര്യങ്ങൾ നോക്കുമ്പോൾ ഉയ്യോ സീൻ സാധനം തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എങ്ങോട്ടാണ് ഈ പോക്ക് എന്നുള്ളത് ഒരു പിടുത്തം കിട്ടാത്ത ലെവലിലാണ് സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിനെല്ലാത്തിനും ഒരു റീസൺ എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടുള്ള ഈ ഇൻസിഡൻസിനെല്ലാം വെച്ചുകൊണ്ട് ഞാൻ സംസാരിക്കാമെന്ന് വിചാരിക്കുകയാണ്. അതിൽ എന്നെ സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കുട്ടി ആത്മഹത്യ ചെയ്യുന്നു. അതിന് കാരണം എന്ന് പറയുന്നത് അതിൻ്റെ കൂട്ടുകാരും കാര്യങ്ങളും എല്ലാം സ്കൂളിൽ റാഗിങ് സംഭവങ്ങളും ഒക്കെ ഉണ്ടായതിനു ശേഷമാണ് അത് ആത്മഹത്യക്ക് ശ്രമിക്കുന്നതും മരിക്കുന്നതും. ആ സംഭവം കഴിഞ്ഞിട്ടും അവരുടെ ഒരു ചാറ്റ് എന്ന് പറയുന്നൊരു സാധനം പുറത്തു വന്നായിരുന്നു. അത് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കും ഇവരുടെയൊക്കെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് ശരിക്കും നരഭോജികളെക്കാളും കഷ്ടമാണെന്നുള്ളതാണ് കേട്ടോ. എൻ്റെ അമ്മു, ഞാനൊക്കെ ശരിക്കും ഞെട്ടിപ്പോയി. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ അടുത്ത് കോട്ടയം കോളേജിൽ ഉണ്ടായിട്ടുണ്ടായിരുന്ന ഒരു ഇൻസിഡൻറ്റും. ആ റാഗിങ് കേസിലാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ സിദ്ധാർത്ഥൻ്റെ വിഷയം വന്നപ്പോൾ നമ്മൾ ആക്ച്വലി ഒരു പോഡ്കാസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഈ പറയുന്നത് പോലെ തന്നെ ഇതിലൊക്കെ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുകയും റാഗിങ്ങുകൾക്കൊക്കെ ഇരയാവുകയും റാഗിങ് ചെയ്യുകയും ഒക്കെ സംഭവങ്ങളൊക്കെ ഇട്ടുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതിനൊക്കെ ഒരു പരിധി, ഒരു ലിമിറ്റ് അല്ലെങ്കിൽ ഒരു ബോർഡർ എന്ന് പറയുന്ന ഒരു സാധനം നമ്മളെല്ലാവരും കീപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളതായിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു കാരണവശാലും ഒരാളെ റാഗിങ്ങോ ഈ പറയുന്ന പോലെ തന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നതോ ന്യായീകരിച്ച് സംസാരിക്കുകയല്ല. പക്ഷെ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാത്തിനും ഒരു ബോർഡർ വെച്ചിരുന്ന ഒരു സമൂഹത്തിൽ നിന്നും അല്ലെങ്കിൽ ഒരു ജനറേഷനിൽ നിന്നും ഇപ്പോഴത്തെ സമൂഹം എന്ന് പറയുന്നത് അങ്ങനെ ഒരു ബോർഡറും ഇല്ല. അവർക്കൊരു ചിന്തയില്ല, അവർക്കൊരു മാനസിക പരിഗണന എന്ന് പറയുന്ന ഒരു സാധനമേ ഇല്ലാത്ത വെറും, എനിക്ക് അറിഞ്ഞൂടെ എന്ത് വാക്ക് ഉപയോഗിക്കണം എന്ന് എനിക്ക് അറിഞ്ഞൂടാ, അതുപോലത്തെ ഒരു ജനറേഷനാണ് വന്നുകൊണ്ടിരിക്കുന്നതെന്ന് പേഴ്സണലി എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. സോ അപ്പോൾ അതിനകത്ത് ഞാനിങ്ങനെ ഈ അടുത്ത് തന്നെ ഇതിനൊക്കെ ഒരു റീസൺ എന്താണെന്നുള്ളത് ഇങ്ങനെ തപ്പിക്കൊണ്ടിരുന്നു കഴിഞ്ഞപ്പോൾ കാണാൻ പറ്റിയത് ഹൈപ്പർ മസ്കുലിനിറ്റി ആൻഡ് ടോക്സിക് ഗ്രൂപ്പുകളാണ് ഇതിന് ഏറ്റവും വലിയൊരു റീസൺ. അതിൽ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് പറയുന്നത്, നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇല്ലേ, ഒരു അട്ടർ ഫ്ലോപ്പ് തന്നെയാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാവശ്യമില്ലാത്ത, ഇത് ഒരുപാട് നമ്മൾ പറഞ്ഞ് കേട്ടിട്ടുള്ള ഒരു സാധനം തന്നെയാണ്, നമുക്ക് ഒരു ആവശ്യവുമില്ലാത്ത കുറേ കാര്യങ്ങളാണ് നമ്മുടെ മുമ്പിലേക്ക് പുസ്തകങ്ങളായിട്ടും നമ്മൾ പഠിക്കാനും ഒക്കെ ആയിട്ട് വരുന്നത്. ഇതൊന്നും എവിടെയും ഒരു സ്കൂളിലും ഒരു കോളേജിലും ഒരു പുസ്തകത്തിലും നമുക്ക് കിട്ടാത്തൊരു സാധനമാണ് ഇങ്ങനെ ഒരു മനുഷ്യനാവണം എന്നുള്ളത്. ഇത് എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് വരേണ്ടത് തന്നെയാണ്. 100% ലിറ്ററസി ഉണ്ട് സാർ എന്ന് പറഞ്ഞ് നമ്മൾ അഹങ്കരിച്ചാൽ പോലും ഈ പറയുന്നത് പോലെ തന്നെ നമ്മുടെ കേരളത്തിൽ കേട്ടാൽ ഞെട്ടുന്ന, കേട്ടാൽ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ലിറ്ററസി 100% ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ?
എനിക്ക് തോന്നുന്നില്ല. എനിക്ക് പേഴ്സണലി അതിൽ ഞാൻ ഈ 100% ലിറ്ററസി എന്ന് പറയാൻ കാരണം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അതുപോലെ തന്നെയാണ് ഈ സോഷ്യൽ മീഡിയയും സിനിമാസും. ഞാനങ്ങനെ സിനിമയിലൊരു ഈ പറയുന്ന പോലെ തന്നെ വയലൻസ് സീൻസ് വന്നത് കൊണ്ട് മാത്രം അങ്ങനെ ആവുമെന്ന് വിചാരിക്കുന്നില്ല. പക്ഷേ ഈ പറയുന്ന പോലെ തന്നെ പാരൻറ്റിങ്, പിന്നെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ പെടുന്നതാണ് ടീച്ചറും ബാക്കി കാര്യങ്ങളും എല്ലാം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ സൊസൈറ്റി, ഇതൊന്നും ഈ പറയുന്ന ജനറേഷനിലുള്ള പിള്ളേരെ അല്ലെങ്കിൽ ഈ ജനറേഷനിൽ വന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വളർന്നു നിൽക്കുന്ന ആൾക്കാരെ പ്രോപ്പറായിട്ട് ഒന്നും മോൾഡ് ചെയ്യാനോ ഇതിനൊന്നും പറ്റുന്ന രീതിയിലല്ല. പാരൻസിന് എങ്ങനെയെങ്കിലും ഈ പറയുന്ന പോലെ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരാരും എക്സ്പെക്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ഒരു ലൈഫ് ഉണ്ടാവണമെന്നോ വിചാരിച്ചിട്ടൊക്കെ ആയിരിക്കില്ല. അപ്പം എങ്ങനെയെങ്കിലും മണി ഉണ്ടാക്കുക എന്നുള്ള ഒരു തത്രപ്പാടിലും ഓട്ടത്തിലും ബാക്കി കാര്യത്തിലും ഒക്കെ പോകുന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നില്ല, ഈ പറയുന്ന പോലെ തന്നെ പിള്ളേരുടെ ഒരു 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 സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഗ്രോത്ത് എങ്ങനെയാണെന്നോ അല്ലെങ്കിൽ അവരെന്ത് സ്റ്റേറ്റസിലാണ് ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നതെന്നോ ഒന്നും ചിന്തിക്കാനൊന്നും പാരൻസിന് സമയമില്ല എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതൊരു സൈഡിലേക്ക്. ഇനി എഡ്യൂക്കേഷൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പക്ക ബിസിനസ്സാണ്. ഞാൻ എല്ലാ ടീച്ചർമാരെയും അടച്ചങ്ങോട്ട് ആക്ഷേപിക്കുകയല്ല, പക്ഷെ എന്നാലും ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാനത് മുമ്പും പലപ്പോഴും പലയിടങ്ങളിലായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം എത്രയോ കാലങ്ങൾക്ക് മുമ്പുള്ളതാണ്. അതിനൊരു അപ്ഡേഷനും വന്നിട്ടില്ല. ഇപ്പോഴും പഴയ കാലത്ത് കുറേ ചരിത്രങ്ങളും പഠിച്ച് ജീവിച്ചു പോകുക എന്നുള്ളതല്ലാതെ ഒരു മനുഷ്യന് എങ്ങനെ സമൂഹത്തിൽ പ്രോപ്പറായിട്ട് ജീവിക്കണം എന്നുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റവും ഇല്ല പ്രോപ്പറായിട്ട്. ഇനി ടീച്ചർമാരോട് ചോദിച്ചു കഴിയുമ്പോൾ ഞാൻ സ്ഥിരമായിട്ട് കേൾക്കാറുള്ള ഒരു പല്ലവിയാണ്, 60-70 പിള്ളേരുള്ള ഒരു ക്ലാസ്സിൽ ഞാൻ എങ്ങനെയാ ഒരു കുട്ടിയെ നേരെ നോക്കുക? ഈ 60-70 പേര് വന്നത് ടീച്ചർമാരുടെ കുറ്റമാണെന്ന് പറയുന്നില്ല, പക്ഷേ എഡ്യൂക്കേഷൻ കച്ചവടമായത് ഇതിൻ്റെ ഒരു കുറ്റം തന്നെയാണ്. അതുകൊണ്ട് തന്നെ പറഞ്ഞതുപോലെ തന്നെ ചിലപ്പോൾ ടീച്ചർമാർക്ക് നോക്കാൻ പറ്റുന്നുണ്ടാവില്ലായിരിക്കാം. പിന്നെ ഈ പറയുന്നത് പോലെ തന്നെ പാരൻറ്റിങ് ഒരു വലിയ പ്രശ്നം തന്നെയാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടി അവന് പ്രശ്നം ഉണ്ടാവുമ്പോൾ അത് മറ്റുള്ളവരുടെ മുമ്പിൽ ഷോക്കേസ് ചെയ്യുകയോ ചീത്ത പറയുകയോ തല്ലുവോ അങ്ങനെയൊന്നും ചെയ്യുന്ന പാരൻസിനെയല്ല വേണ്ടത്. അവരുടെ കൂടെ നിന്ന് അവരെ മനസ്സിലാക്കി അവരെ തിരുത്താനും ആ നല്ല രീതിയിലേക്ക് കൊണ്ടുവരാനും പറ്റുന്ന പാരൻസ് ആവണം. അതിന് ആദ്യം പാരൻസ് ശരിയാവണം എന്നുള്ളതാണ് ഇതിനകത്ത് വേറൊരു പ്രശ്നം അല്ലേ. അപ്പോൾ ഇതെല്ലാം ഒരു ഘടകമായിട്ട് ഇപ്പുറത്ത് കിടക്കുന്നുണ്ട് ഈ വിഷയങ്ങളിലേക്കെല്ലാം. അതുപോലെ നമ്മുടെ കേരളത്തിനെ വെച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത് കേട്ടോ. അതിനകത്ത് ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഇന്ത്യയും ഇൻക്ലൂഡ് ചെയ്യപ്പെടും, പക്ഷെ എന്നാലും ഞാൻ കേരളത്തിലെ കൂടുതൽ ഫോക്കസ് ചെയ്താണ് സംസാരിക്കുന്നത്. ഈ സ്റ്റുഡൻസ് റിലേറ്റഡ് ആയിട്ടും എഡ്യൂക്കേഷൻ റിലേറ്റഡുമായിട്ടുള്ള ഒരുപാട് അവരെ സപ്പോർട്ട് ചെയ്യാനും കൊണ്ടുവരാനുമായിട്ടുള്ള ഒരുപാട് സംഘടനകളും അതുപോലെ തന്നെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതൊന്നും ഇവരാരും പ്രോപ്പറായിട്ട് ഈ കാലഘട്ടത്തിലെ പിള്ളേർക്ക് വേണ്ടത് എന്താണെന്ന് നോക്കിയിട്ടുള്ള ഈ പറയുന്ന സംഭവങ്ങളൊന്നുമല്ല കൊണ്ടുവരുന്നത്. പലപ്പോഴും ഞാനത് കണ്ടിട്ടുമുണ്ട്, ഞാൻ അനുഭവിച്ചിട്ടുമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ തന്നെ ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരാളുടെ പേരെടുത്തൊന്നും പറയുന്നില്ല. ഈ NGOs ആവട്ടെ, സംഘടനകളാവട്ടെ, കമ്മീഷൻസ് ആവട്ടെ, ഇവരാരും ഈ കാലഘട്ടത്തിലെ പിള്ളേരുടെ കൃത്യമായിട്ടുള്ള പ്രശ്നങ്ങളെ ഫൈൻഡ് ഔട്ട് ചെയ്ത് അതിനെങ്ങനെ അതിൽ നിന്ന് അവരെ കൊണ്ടുവരാൻ പറ്റുമെന്ന് ചിന്തിക്കുകയല്ല. അവർക്ക് കുറേ പരിപാടികൾ വെക്കണം, കോമ്പറ്റീഷൻ വെക്കണം. അതുപോലെ തന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൽ സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ടീച്ചർമാരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടോ എന്തെങ്കിലും ആക്ഷൻ എടുക്കണം. സത്യത്തിൽ ഇതിനൊക്കെ മുമ്പ് ഇതിനെ എങ്ങനെ തടയാം എന്നുള്ളതിനെ പറ്റിയിട്ട് ഇവരാർക്കും നോക്കണില്ല. പകരം ഈ പറയുന്ന പോലെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് നോക്കാം. അത് കൊച്ചിൻ്റെ അച്ഛൻ്റെ പ്രശ്നമാണ്, അല്ലെങ്കിൽ അമ്മയുടെ പ്രശ്നമാണ്, അല്ലെങ്കിൽ ഈ സൊസൈറ്റിയുടെ പ്രശ്നമാണ്, അവരുടെ മതത്തിൻ്റെ പ്രശ്നമാണ്. ഇതെല്ലാം അങ്ങനെ അടിച്ചേൽപ്പിച്ച് മാറിപ്പോവുക എന്നുള്ളതാണ്. പിന്നെ അവർക്ക് എല്ലാവർക്കും ഉള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കോമ്പറ്റീഷൻസ് നടത്തുക, കുറേ ആവശ്യമില്ലാത്ത സെമിനാറുകൾ നടത്തുക, ഇതിനൊക്കെ ഒരുപാട് കാശ് പൊട്ടിക്കുക. ഇനി അതിന് വേണ്ടിയിട്ട് റേഡിയോ ഓരോ ഞാനിപ്പോൾ അടുത്ത് വായിച്ചൊരു സാധനമാണ്. അതായത് പിള്ളേർക്ക് നിയമം അറിയാൻ റേഡിയോ ഈ കാലഘട്ടത്തിൽ എന്താവശ്യമാണ് പിള്ളേർക്കുള്ളത് അല്ലേ? ആലോചിച്ച് നോക്കണം. ഞാൻ ഇത് പറയാൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എനിക്കറിയാം എൻ്റെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ഒരു 100 പേരോ 10 പേരോ ചിലപ്പോൾ കാണുന്നുണ്ടാവുള്ളൂ. ആ 10 പേരിലെങ്കിലും എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ പറയുന്നത്. എപ്പോഴും ആ ഫേമസ് ഡയലോഗ് തന്നെയാണ്. അതൊരു സിനിമയിൽ നിന്ന് വന്നതാണെന്നുണ്ടെങ്കിൽ പോലും നമ്മളെ കേൾക്കാൻ ഒരാളുണ്ടാവുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. അത് കുട്ടികൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. കാര്യം അവർക്കുണ്ടാവുന്ന അവരുടെ ക്യാരക്ടർ ഫോർമേഷൻ്റെ സമയത്താവട്ടെ, അവർ ജീവിതം എന്താണെന്നും മനുഷ്യരെന്താണെന്നും സൊസൈറ്റി എന്താണെന്നും അറിഞ്ഞു വരുന്ന സമയത്ത് അവരെ കേൾക്കാനും മനസ്സിലാക്കാനും പറ്റുന്ന പാരൻസ് ഉണ്ടാവണം എന്നാണ് അവരെല്ലാവരും ആഗ്രഹിക്കുക. അതില്ലാതെ വരുമ്പോൾ അവരെല്ലാവരും ഭയങ്കരമായിട്ടുള്ള ഫ്രസ്ട്രേഷനിലേക്ക് പോകും. ആൻഡ് ഇന്നത്തെ ഒരു കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മദ്യപാനം എന്നൊക്കെ പറയുന്നത് ഒന്നുമല്ല. അതൊന്നും എന്താ പറയുക, ഒരു പ്രശ്നമായിട്ട് പോലും കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അതിനൊക്കെ എടുത്ത് കളയുക. അതിന് പകരം ഡ്രഗ്സിൻ്റെയൊക്കെ പല വിധം, ഞാൻ അതിൽ ഓരോന്നൊന്നും ഇന്ന സാധനമാണെന്നൊന്നും എടുത്ത് പറയുന്നില്ല, പക്ഷേ അതിലേക്കൊക്കെ
ഒക്കെ പോകുന്നതിനൊരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്നത് പോലെ തന്നെ പല കുട്ടികളിലും, അതായത് എസ്പെഷ്യലി ഈ ജനറേഷനിലുള്ള ഒരുപാട് പേര് ഒരുപാട് ട്രോമാസിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതെന്താണെന്ന് പോലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരിൽ ഭൂരിഭാഗം പേർക്കും അറിയില്ല എന്നുള്ളതാണ് കേട്ടോ. പലരും അതിനെ ചുമ്മാ കയറി ഡിപ്രഷനാണ് അല്ലെങ്കിൽ ഇന്ന സംഭവമാണെന്നൊക്കെ പറഞ്ഞ് ടൈറ്റിൽ ചെയ്ത് കളയും. ആൻഡ് അതുപോലെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ എന്ത് പഠിപ്പിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് ജെൻഡർ റിലേറ്റഡ് ആയിട്ടുള്ള, ട്രാൻസ്ജെൻഡർ അല്ലെങ്കിൽ LGBT റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പഠിപ്പിക്കാൻ എല്ലാവർക്കും ഭയങ്കര ത്വരയാണ്. പക്ഷെ എന്നാൽ ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, ആ മനുഷ്യൻ എങ്ങനെ വളർന്നു വരണം എന്നുള്ളതിനെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ആവശ്യമില്ലാത്ത കുറേ കാര്യം, അത് ആവശ്യമില്ലാത്ത സാധനമാണെന്നല്ല, ഇനി അതിനെ അങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ട. പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞു വന്നത് അതിനേക്കാളും ഒക്കെ ഉപരിയായിട്ട് മനുഷ്യൻ്റെ മാനസികമായിട്ടുള്ള കുറേ വളർച്ചയുണ്ട്. അതുപോലെ ശാരീരികമായിട്ടുള്ള സാധനം ഇങ്ങനെ പറഞ്ഞ പോലെ ഫുഡും സംഭവങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അങ്ങ് കയറി വരുമെന്നെങ്കിലും നമുക്ക് വിചാരിക്കാം. പക്ഷെ മനസ്സും അതിനനുസരിച്ച് വരേണ്ട നമ്മുടെ ഒരു ഡെവലപ്മെൻറ്റും ഉണ്ട്. അതങ്ങനെയല്ല. അതിന് പാരൻസ്, ഈ പറയുന്ന പോലെ എഡ്യൂക്കേഷൻ സിസ്റ്റം, നമ്മുടെ സൊസൈറ്റി, ഇതൊക്കെ ഒരു വലിയ ഘടകം തന്നെയാണ്. അതിനകത്ത് ഈ സിനിമ സംഭവങ്ങളെല്ലാം ഉൾപ്പെടും എന്നുള്ളതാണ്. എനിക്കറിയാം ഇതൊരു ബ്രോഡായിട്ടുള്ളൊരു വിഷയമാണ്. ഞാൻ എന്നാലും എൻ്റെ കുറേ ഒപ്പീനിയൻസ് മാത്രമാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്കിത് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇത് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഉണ്ടാവുമെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് ഇപ്പോൾ നിലവിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ഈ നരഭോജി എന്ന് തന്നെ പറയണോ അല്ലേ, അങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡുള്ള ഒരുപാട് ഇൻസിഡൻസ് എസ്പെഷ്യലി കുട്ടികളിൽ നിന്നും, അതായത് വളരെ യങ് ആയിട്ടുള്ളൊരു ജനറേഷനിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഇതുപോലെയുള്ള കണ്ടന്റുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊണ്ട കാര്യം മറക്കരുതെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ചിൽ കുപ്പിച്ചിൽ.